നമസ്കാരം. അന്തരിച്ച CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എന്താകും CPM നിലപാട് എന്നതായിരുന്നു ഏവരും ഉറ്റുനോക്കിയത്. പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങളോട് ഇടത് നേതാക്കൾ സ്വീകരിച്ച നിലപാടുകളായിരുന്നു ഇത്തരം ഒരു ചർച്ചയ്ക്ക് കാരണമായത്. സിവിലിയൻ പുരസ്കാരങ്ങൾ നിരസിക്കുന്ന പതിവായിരുന്നു കാലങ്ങളായി ഇടതു നേതാക്കൾ സ്വീകരിച്ചു പോന്നിരുന്നത്. പത്മവിഭൂഷൺ മുതൽ ഭാരതരത്ന പുരസ്കാരം വരെ ഇടതു നേതാക്കൾ അത്തരത്തിൽ നിരസിച്ചിട്ടുണ്ട്. അതിനാൽ ഇതും നിരസിക്കുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു. എന്നാൽ പത്മ പുരസ്കാരങ്ങളോടുള്ള കാലങ്ങളായിട്ടുള്ള വിമുഖത അവസാനിപ്പിച്ച് CPM മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് രാജ്യം നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരത്തെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയത്. മുൻപ് EMS നമ്പൂതിരിപ്പാടും ബുദ്ധദേവ് ഭട്ടാചാര്യയും പുരസ്കാരം നിരസിച്ചത് അവരുടെ വ്യക്തിപരമായ നിലപാടുകളാണ് പാർട്ടിക്ക് ഇതിൽ വിയോജിപ്പില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ കേന്ദ്ര പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ CPM വലിയൊരു നയപരമായ മാറ്റത്തിന് കൂടിയാണ് തുടക്കമിട്ടിരിക്കുന്നത്. തിരുത്തപ്പെടുന്നത് ചരിത്രപരമായ അകലം കൂടിയാണ്. 1992 നരസിംഹറാവു സർക്കാരിനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് കാരണമാണ് EMS പത്മവിഭൂഷൺ നിരസിച്ചത്. 2022 പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യയും ഇതേ പാത പിന്തുടർന്നു. എന്നാൽ VSനുള്ള അംഗീകാരത്തെ പാർട്ടി ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നതോടെ വരും കാലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും പത്മ പുരസ്കാരങ്ങൾ സ്വീകരിക്കാനുള്ള തടസ്സം നീങ്ങുകയാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ പുരസ്കാരങ്ങളെ തള്ളിക്കളയുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ. അച്ഛൻ്റെ ദശാബ്ദങ്ങൾ നീണ്ട പൊതുപ്രവർത്തനത്തിന് രാജ്യം നൽകുന്ന വലിയ ആദരവാണിതെന്നായിരുന്നു VSന്റെ മകൻ VA അരുൺകുമാർ പ്രതികരിച്ചത്. പുന്നപ്ര വയലാർ സമരത്തിന്റെ കനൽ വഴികളിലൂടെ നടന്നു കയറിയ VS ഒരിക്കലും പുരസ്കാരങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ലെന്നും എന്നാൽ രാഷ്ട്രം നൽകുന്ന ഈ വലിയ അംഗീകാരത്തിൽ കുടുംബം അതീവ സന്തുഷ്ടരാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. സാധാരണ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹമാണ് VSന്റെ യഥാർത്ഥ പത്മമെന്നും അരുൺകുമാർ അനുസ്മരിച്ചു. VSന്റെ പുരസ്കാരം സ്വീകരിക്കുന്നതോടെ BJP ഉയർത്തിയ രാഷ്ട്രീയ വെല്ലുവിളിയെ ലഘൂകരിക്കാനും ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വിവാദങ്ങൾക്കൊന്നും നിൽക്കാതെ VSനെ ആദരിക്കാനുള്ള തീരുമാനം പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും നല്ല പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേശസ്നേഹവും ജനകീയ വികാരവും മുൻനിർത്തി VSനെ ആദരിക്കുന്നതിനെ CPM തള്ളിക്കളയില്ല എന്നതാണ് പ്രത്യേകത. രാഷ്ട്രീയമായി BJPയുടെ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ പുരസ്കാരം സ്വീകരിക്കുന്നതാകും ഉചിതമെന്ന വിലയിരുത്തലിലാണ് CPM. മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാവിയിൽ പത്മ പുരസ്കാരം കിട്ടാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPM പുനരാലോചന നടത്തുന്നത്. എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഇത്തരം പുരസ്കാരം നൽകുന്നത് BJP സർക്കാരിന്റെ രീതിയാണ്. മുമ്പ് ജ്യോതി ബസുവിനെ CPM പ്രധാനമന്ത്രിയാകാൻ അനുവദിച്ചില്ല. ഇത് തെറ്റാണെന്ന് പാർട്ടി വിലയിരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ പത്മ പുരസ്കാരത്തിലും CPM തെറ്റുതിരുത്തലിന് തയ്യാറാകുമെന്നാണ് സൂചന. രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് നേട്ടമായിരുന്നു ഇത്തവണ. CPMന്റെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി രാജ്യം പത്മവിഭൂഷൺ നൽകിയായിരുന്നു ആദരിച്ചത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖരുടെ വലിയ നിര തന്നെയുണ്ടായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസമായിരുന്ന VS അച്യുതാനന്ദന് നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. 100 വയസ്സ് തികച്ച് അടുത്തിടെ അന്തരിച്ച VSനോടുള്ള ആദരവായി കേന്ദ്ര സർക്കാർ ബഹുമതി പ്രഖ്യാപിക്കുകയായിരുന്നു. VSനൊപ്പം ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ എന്നിവർക്കും പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. നിയമരംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഇവർ നൽകിയ നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ചായിരുന്നു ഈ അംഗീകാരം. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്കും പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു. കലാരംഗത്തെ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയായിരുന്നു ഈ വലിയ അംഗീകാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് പത്മഭൂഷൺ ലഭിച്ച മറ്റൊരു പ്രമുഖ വ്യക്തി. സാമൂഹ്യ പ്രവർത്തന രംഗത്തെ മികവിനാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. നൃത്തരംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് കലാമണ്ഡലം വിമല മേനോനും പത്മശ്രീ പുരസ്കാരം നൽകി. നേരത്തെ പ്രഖ്യാപിച്ച അൺസങ് ഹീറോസ് പട്ടികയിൽ ഉൾപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ദേവകി അമ്മയ്ക്ക് പുറമെയാണ് കലാമണ്ഡലം വിമല മേനോനും പത്മശ്രീ തിളക്കത്തിലെത്തുന്നത്. തിരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ പുരസ്കാരങ്ങളെ രാഷ്ട്രീയ നീക്കമായി നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും ഈഴവ സമുദായത്തിന്റെയും സ്വാധീനത്തെ മുൻനിർത്തിയുള്ള കേന്ദ്രത്തിന്റെ തന്ത്രപരമായ ഇടപെടലാണിതെന്നും രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നു.